ഹലോ. അപ്പോൾ ഇന്ന് മലേഷ്യയിൽ വന്നിട്ട് 5ാമത്തെ ദിവസമാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ തിരക്കിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഒരു ഐലൻഡ് കാണാൻ പോവാണ്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഈ പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ഈ ഫുഡുണ്ടല്ലോ, ഇത് ഈ നാസലിമ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മലേഷ്യയുടെ ഒതൻറ്റിക് ഫുഡാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റൈസും അതിനകത്ത് മുട്ടയും ഉണക്കമീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും, ഇതാണ് ഇതിനകത്ത് ഉള്ളത്. കോലാലംപൂരിൽ നിന്ന് 200 കിലോമീറ്ററുള്ള പുലാവോ ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോണത്. കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകാനും എന്തെങ്കിലും കഴിക്കാനും വേണ്ടിയിട്ട് ഞങ്ങളിവിടെ R&Rൽ വന്നിരിക്കുകയാണ്. റെസ്റ്റ് ആൻഡ് റിലാക്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 6 വരി പാതയാണ്. അതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ബ്രിഡ്ജൊക്കെ ഉണ്ടാവൂലേ, അതിന് പകരം ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. ഈ റോഡ് സൈഡിലുള്ള ഈ മരം കണ്ടില്ലേ, ഇതാണ് ഒതളങ്ങയുടെ മരം. ഒതളങ്ങ എന്ന് കേട്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ ഒതളങ്ങ. എല്ലാവരും കൂടെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് 6 വരിപ്പാതയുടെ മുകളിലാണ്. ഇതിൽ താഴെ കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നല്ല രസമായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചുള്ളൊരു യാത്രയായിരുന്നു. യാത്ര ഭയങ്കര രസകരമായതുകൊണ്ട് യാത്രയുടെ ഒരു ക്ഷീണമേ അറിഞ്ഞില്ല ഞങ്ങളിവിടെ എത്തുന്നത് വരെ. അങ്ങനെ പുലാവോ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ബോട്ട് ചെട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് നിറയെ കരിമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെല്ലാവരും കൂടെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര കുലുക്കവും കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഈ യാത്ര ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതാണ് മലേഷ്യയിലുള്ള പുലാവോ ഐലൻഡ്. ഇവിടെ വൺ ഡേ ടൂറിന് മാത്രം പറ്റിയൊരു ഐലൻഡാണ്. കാരണം ഇവിടെ ആൾ താമസവും ഇല്ല, ഇവിടെ റിസോർട്ടൊന്നുമില്ല. ഇവിടുത്തെ ഈ ബീച്ചിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇതൊരു വീട് പോലെ തോന്നുമെങ്കിലും ഇതൊരു ഇൻഫർമേഷൻ സെൻ്ററാണ് ഇവിടുത്തെ പുലാവോ ഐലൻഡിൻ്റെ. ഈ മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ബിരിയാണി എല്ലാം അവിടുന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഫുഡൊന്നും കിട്ടൂല. ഇവിടെ ഫുഡ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കോർഡിനേറ്റേഴ്സ്. ഇവർ 6 പേരുണ്ടായിരുന്നു. അവർ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയാണ് അവരുണ്ടാക്കി കൊണ്ടുവന്നിരുന്നത്. അത് ഈ കടലിൻ്റെ തീരത്തിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വേറെ ഫീൽ തന്നെയായിരുന്നു. ഇവിടെ ബോക്സൊക്കെ വെച്ച് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ അലസ്യത്തിൽ എല്ലാവരും മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ അഡ്വഞ്ചറായിട്ട് ബൈക്ക് ഓടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. വലിയ കാര്യമായിട്ട് ബൈക്കൊക്കെ ഓടിക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ആ കുഴിയിൽ വീണ് അപ്പോഴേ ഞാൻ വീണുപോയി. പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. പിന്നെ കോർഡിനേറ്റർ ബാക്കിൽ കയറി കുറേ ദൂരം കറങ്ങി. ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കുട്ടികളായി മാറിയിരുന്നു. വിവിധ തരം മത്സരവും റീലായിട്ടും ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പകൽ ഫുള്ള് ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഇനി ഞങ്ങൾ പോണത് മലാക്ക സിറ്റിയിലേക്കാണ്.
മലാക്ക സിറ്റി. ഇത് 500 വർഷം പഴക്കമുള്ള ഒരു നഗരമാണെന്നാണ് പറയുന്നത്. ഇവിടെ പുരാതനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ നൈറ്റായിരുന്നു. നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സൈക്കിൾ റിക്ഷയാണ്. 15 റിങ്കറ്റ് കൊടുത്താൽ ഈ സൈക്കിൾ റിക്ഷയിൽ അവർ നമ്മളെ ഇവിടെ ഫുള്ള് കറക്കി കാണിക്കും. ഈ കപ്പൽ പണ്ട് ഓടിക്കൊണ്ടിരുന്ന കപ്പലാണെന്നാണ് പറയുന്നത്. ഇതിപ്പം മ്യൂസിയമാണ്. ഇത് മലേഷ്യയിലെ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. ഡോഡോൾ എന്നാണ് ഇതിന് പറയുക. നമ്മുടെ നാട്ടിലെ ഹലുവ പോലെ മണിക്കൂറുകളോളം അടുപ്പിൽ വെച്ച് കുറുക്കിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. Original, and the red one is a durian, and the green one is a pandan leaf, and the last one is the coconut dry. All same price, 100 gram 5 ringgit. ഞാനും കുറച്ച് ഡോഡോളും ചോക്ലേറ്റും പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റും എല്ലാം വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പോയത് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ളൊരു പള്ളി കാണാനാണ്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് കടലിൻ്റെ മുകളിലാണ്. കടലിലെ തിരയടിക്കുന്നത് കണ്ടില്ലേ? ഈ കടലിൻ്റെ മുകളിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. മസ്ജിദ് സലാത്ത് മലാക്ക എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ലേഡീസ് പോവുകയാണെങ്കിൽ തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് വേണം അകത്ത് കയറാൻ. പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയത്തുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ പറ്റിയില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിരുന്നു. രാത്രി 1 മണിയായിരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫോളോയും ചെയ്യണം കേട്ടോ.